ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ പറഞ്ഞ് +1 വിദ്യാർത്ഥിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങും മർദ്ദനവുമെന്ന് പരാതി. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഭവത്തിൽ പരിക്കേറ്റ ആദിൽ അൽ ഫയാത്തിനെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാത്റൂമിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായി. അതിൽ രണ്ടാൾക്കാർ വന്നിട്ട് അടിക്കയത്. അപ്പൊ എന്താ ഉന്തും പറച്ചിലുണ്ടായി. അതിന്റെ മുമ്പ് 3 പേര് ഉണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് വേണ്ട പ്രശ്നമാക്കണ്ട വലുതാക്കണ്ട ഇരുത്തിട്ട് ഞാൻ ഒന്നിനും നിന്നില്ല. പക്ഷെ ഇപ്രാവശ്യം മേത്ത് ഉറണ്ട പറഞ്ഞപ്പോ എന്റെ കഴുത്തിലിട്ടിട്ട് അടിച്ചു. അതിൽ ഞാൻ വീണപ്പോ ഓല പിന്നാലെ ഉണ്ടാകുന്ന 10 ആൾക്കാർ ഒക്കപ്പാടെ വന്നിട്ട് എന്നെ ചവിട്ടിയിട്ട് ഇടുപ്പാ പോയിക്കണം. മണ്ണാർക്കാട് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സീനിയർ വിദ്യാർത്ഥികളായ 13ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. റാഗിംഗ് സ്റ്റാഫ് റൂമിൽ പറഞ്ഞാൽ തല്ലിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും വിദ്യാർത്ഥി പറഞ്ഞു. റാഗിങ്ങിന്റെ പേരിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. സീനിയേഴ്സ് പ്രത്യേകം ബട്ടൺസ് ഇടാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ദേഹത്തോട്ടണ്ട, ഞാൻ മര്യാദക്ക് പറഞ്ഞ ഞാൻ ഇടാലോ പറഞ്ഞു. അതിൽ എന്താ കിട്ടുക പറഞ്ഞിട്ട് കഴുത്തുമ്മക്ക് ഒരടി വന്നു. അതിൽ ഞാൻ വീണപ്പോ ബാക്കിയുള്ള 10 ആൾക്കാർ ഫുള്ള് വന്ന് അടിക്കണ്ടായി. കുറെ ആൾക്കാരുണ്ടായിരുന്നു. കണ്ടറിയുന്ന 3 ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളവരെ കണ്ടറിയും, തിരിച്ചറിയും. പക്ഷെ വീണേക്ക് മങ്ങലായിരുന്നു, കണ്ണൊക്കെ പാടെ മങ്ങി. ഇതിന്റെ മുമ്പ് 3-4 പ്രാവശ്യം റാഗിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വലിയ പ്രശ്നമാക്കണ്ട എഴുതിയിട്ട് പ്രതികരിച്ചില്ല. പക്ഷെ ഇപ്രാവശ്യം അടിക്കണ്ടായി, നല്ല അടിക്കണ്ടായി. 10 ആൾക്കാർ കൂടെ അടിച്ചു. ആകെ അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥയിൽ വന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് തിരുവായോട്. +2 വിദ്യാർത്ഥികളാണ് ഇതിന് കാരണം. ഇനി അഥവാ ഞാൻ ഇത് സ്റ്റാഫ് റൂമിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്നെ വന്നിട്ട് ഞങ്ങൾ തല്ലിക്കൊല്ലുന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തുണ്ടായി. അതാണ് ഞാൻ പറയാതിരിക്കാൻ കാരണം. പിന്നെ വീട്ടുകാരറിഞ്ഞ് ആകെ പ്രശ്നമായത്. മർദ്ദനത്തിൽ പരിക്കേറ്റ മണ്ണാർക്കാട് കൂട്ടിലക്കടവ് കരിമ്പനോട് നമ്പിയത്ത് വീട്ടിൽ ആദിൽ അൽ ഫയാത്ത് മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ആദിലിനെ അവശനായി കിടക്കുന്നത് കണ്ട് വീട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 18-ന് ഉച്ചയ്ക്ക് 2 മണിക്കു ശേഷം സ്കൂളിൽ ബാത്റൂമിൽ പോയ ആദിലിനെ ബാത്റൂമിൽ വെച്ച് റാഗിംഗ് ചെയ്യുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് ആദിൽ തിരുവാഴിയോട് പോലീസിൽ പരാതി നൽകി. ഇൻസ്റ്റഗ്രാമിൽ പേജ് തുടങ്ങിയ +1 വിദ്യാർത്ഥികളോട് പോസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോയും പുറത്തുവന്നിട്ടുണ്ട്. CCN കടമ്പഴിപ്പുറം.